ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് 8ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്, OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറയുന്നത് OTT പൂരം തന്നെയായിരുന്നു. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ളൂ. അതായത് ജൂൺ മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ഇന്ന് ജൂൺ മാസം 9 ആണ്. അപ്പോൾ ജൂൺ മാസം 10-ാം തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയാണ്, ഒരു പഞ്ചാബി മൂവിയാണ്. വൈൽഡ് പഞ്ചാബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പഞ്ചാബി ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒരു കോമഡി ഡ്രാമ പിന്നെ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെയാണ് നോക്കാം. 8ഓളം റിലീസുകളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നാമത്തത് ഒരു ഇംഗ്ലീഷ് കോമഡി ആക്ഷൻ മൂവിയാണ്. ദ റിട്ടയർമെന്റ് പ്ലാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലും ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആനിമേഷൻ കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ഗാർഫീൽഡ് മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നടികർ സംഗമം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഫിറ്റ് റാറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആൾട്ട് ബാലാജിയിൽ C5-ലായിട്ട് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് മൂവിയാണ്, വേർഷനാണ്. കേസ് 30 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എയർടെൽ എക്സ്ട്രീം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആഹാ തമിഴ് വഴി റിലീസ് ചെയ്ത ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമ. ഈ സിനിമ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ആഹാ തമിഴിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹിന്ദി എന്നുള്ളൊരു സിനിമയാണ്. മൈദാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അജയ് ദേവ്ഗൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത, തിയേറ്ററിൽ നല്ല പ്രേക്ഷകത നേടിയെങ്കിലും വിജയിക്കാതെ പോയൊരു സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിൽ ഈ സിനിമയുടെ ഹിന്ദി ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വന്നിട്ടുള്ളത് ഈ സിനിമയുടെ തമിഴ്, മലയാളം, തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. ആമസോൺ പ്രൈമിൽ തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബുക്ക് മൈ ഷോസിലും ഈ സിനിമയുടെ മറ്റു ഭാഷയിൽ തമിഴടക്കമുള്ള ഭാഷയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസം 9-ാം തീയതി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. ഒരു സിനിമയും ഒരു സീരീസുമാണ്. അതിൽ സിനിമ എന്ന് പറയുന്നത് ഇപ്പം തിയേറ്ററിൽ നിറഞ്ഞ സാഹസത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 1000 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കൽക്കി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകൾ ആമസോൺ പ്രൈമിലും ഹിന്ദി ഭാഷ നെറ്റ്ഫ്ലിക്സിലായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. OTT റിലീസ് ചെയ്യുക. അപ്പോൾ ഈ സിനിമയുടെ OTT റിലീസ് എന്ന് വരുന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. OTT കാണേണ്ട സിനിമയല്ല, തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണിത്. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. എന്തായാലും കണ്ടുപോകുക തിയേറ്ററിൽ പോയിട്ട്. ആഗസ്റ്റ് 15-ാം തീയതി ആമസോൺ പ്രൈമിലും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നുള്ളൊരു റൂമറുകൾ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ, അതായത് ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസത്തിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് തൃഷ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് ത്രില്ലർ സീരീസ് ആണ്. ബൃന്ദ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസിന്റെ ട്രെയിലറും അതുപോലെ തന്നെ OTT റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. സോണി ലിവാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറാകുന്നത്. സോണി ലിവിലാണ്. അപ്പോൾ ആഗസ്റ്റ് മാസം 2-ാം തീയതി തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ബംഗാളി ഭാഷകളിലായിട്ട് തൃഷ അഭിനയിക്കുന്ന തെലുങ്ക് ത്രില്ലർ സീരീസ് ആഗസ്റ്റ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യാണ്. ഇത്രയും ഭാഷയിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്ത് വന്നു. കാണാത്തത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, നാളെയാണ് പിന്നെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നത്.
നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ക്വിസ് പ്രോഗ്രാമിന് പങ്കെടുക്കുക. ഇന്ത്യൻ 2 എന്ന സിനിമയുടെ രണ്ട് ടിക്കറ്റുകളാണ് കൊടുക്കുന്നത് വിജയ്ക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും